UDF സർക്കാർ അധികാരമേറ്റ് ഒരു മാസം തികയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ രണ്ട് വിസ്മയങ്ങളാണ് വിവാദത്തിലായത്. ഒന്ന്, പിണറായി സർക്കാർ ഒപ്പിടുകയും പിന്നീട് നിർത്തിവെക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകുകയും ചെയ്ത സ്കൂളുകളുടെ നവീകരണത്തിനുള്ള PM ശ്രീ പദ്ധതി. രണ്ട്, മദ്യത്തിന്റെ നികുതി ഇളവ്. ഇതിൽ ആദ്യത്തേത് CPM BJP ഡീലെന്നും രണ്ടാമത്തേതിൽ കോടികളുടെ അഴിമതി മണക്കുന്നുവെന്നും ഒക്കെ പ്രതിപക്ഷ നേതാവായിരിക്കെ ആരോപിച്ച VD സതീശൻ ഇത്ര പെട്ടെന്ന് മലക്കം പറഞ്ഞത് എങ്ങനെ? ഇത് ചോദിക്കുന്നവരിൽ പ്രതിപക്ഷം മാത്രമല്ല UDFകാരുമുണ്ട്, സ്വന്തം പാർട്ടിക്കാരുമുണ്ട്, കോൺഗ്രസ്സുകാരുമുണ്ട്. അതിൽ കോൺഗ്രസിന്റെ ഹെഡ് മാസ്റ്റർ VM സുധീരൻ മാത്രമേ വടിയെടുത്തിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ വടി വെട്ടാൻ പോയിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ നല്ല പയ്യനായിരുന്നു സതീശൻ. മുഖ്യമന്ത്രി ആയപ്പോൾ എന്ത് പറ്റിയെന്നാണ് സ്വകാര്യ സംഭാഷണങ്ങളിൽ സുധീരൻ അത്ഭുതം കൂറുന്നത്. കണ്ണിനെ കയം കാണിക്കരുത് എന്ന് പറയുന്നത് പോലെ ധനകാര്യ വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി സതീശനെ ധനകാര്യ വിദഗ്ധരുമായി ചർച്ച നടത്തി സംസ്ഥാന ബഡ്ജറ്റ് തയ്യാറാക്കാൻ ഒറ്റയ്ക്ക് വിട്ടതാണ് കുഴപ്പമായത്. അങ്ങനെയാണ് കൂടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാലിയായ ഖജനാവിലേക്ക് പണം കണ്ടെത്താൻ അവരിൽ ആരോ പറഞ്ഞു കൊടുത്ത ഉരുട്ട് ബുദ്ധിയാവാം ഇത്. അല്ലെങ്കിൽ ഈ സൂത്രമണി പാർട്ടിയിലോ മുന്നണിയിലോ ആലോചിക്കാതെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താനുള്ള ധൈര്യം സതീശൻ എങ്ങനെ കിട്ടി? ഇതാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് 2 ദിവസം മുമ്പ് VD സതീശൻ രഹസ്യമായി നടത്തിയ ബംഗളൂരു വിമാന യാത്ര മദ്യ നിർമ്മാതാക്കളായ ബെക്കാഡി കമ്പനിയുമായി ഇടപാട് ഉറപ്പിക്കാനായിരുന്നു എന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. ഈ ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനവും ഉണ്ടാവുന്നത്, ഇങ്ങനെ ബജറ്റിൽ ഇത് വരുന്നത്. ബെക്കാഡി കമ്പനിയുമായി ആദ്യം ഇടപാടിന് ശ്രമിച്ചത് അവരല്ലേ എന്നാണ് സതീശന്റെ ഒരു തിരിച്ചു വയ്ക്കുന്നത്. അതാണ് അധികാരമേറ്റ ഒരു മാസം തികയും മുമ്പ് സതീശൻ ചെന്നുപെട്ടത് 2 കുരുക്കുകളിലാണ്. PM ശ്രീ പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പിട്ടതല്ലേ? കേന്ദ്രത്തിൽ BJP ഭരിച്ചാൽ എന്താ? നമ്മുടെ സ്കൂളുകൾക്ക് കിട്ടുന്ന കോടികൾ എന്തിനു കളയണം? ഇതാണത്രേ സതീശന്റെ ചിന്ത. PM ശ്രീയേക്കാൾ കുഴപ്പമായി സുധീരനും മറ്റും കാണുന്നത് മദ്യനികുതി ഇളവ് തന്നെയാണ്. ഇത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത് എക്സൈസ് മന്ത്രി ലിജു പോലും അറിയാതെയാണത്രേ. കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ധനകാര്യ ബില്ലിൽ നിന്ന് ഇത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രിയെ സുധീരൻ ഉപദേശിച്ചതാണ്. ആര് കേൾക്കാൻ? ഗവർണറുടെ അനുമതി ലഭിച്ചു വരുന്ന ബിൽ ബുധനാഴ്ച നിയമസഭ പാസാക്കുന്നതോടെ വീര്യം കുറഞ്ഞ മദ്യം നികുതി ഇളവിൽ വിൽക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ ലക്ഷ്യവും അതാണത്രേ. ധനകാര്യ ബില്ലിൽ ഉൾപ്പെടുത്തിയാലും UDFിൽ തീരുമാനിച്ച ശേഷം മാത്രമേ നികുതി ഇളവ് നൽകുന്ന കാര്യം തീരുമാനിക്കാവൂ എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നാണ് CPMന്റെ ആരോപണം. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയനെ കുറിച്ച് എതിരാളികൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. ഭരണത്തിലും പാർട്ടിയിലും പിണറായിയുടെ വൺമാൻ ഷോ അതായിരുന്നു. ഇപ്പോൾ വിവാദമായ 2 വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ പാർട്ടിയിലോ അല്ലെങ്കിൽ മുന്നണിയിലോ മുതിർന്ന നേതാക്കന്മാരുമായോ മുഖ്യമന്ത്രി ചർച്ച നടത്തിയില്ലെന്നാണ് വിമർശനം പുറത്തു വരുന്നത്. 2 വിഷയത്തിലും കണ്ടത് മുഖ്യമന്ത്രി സതീശന്റെ വൺമാൻ ഷോ അല്ലേ എന്നാണ് ഉയരുന്ന ആക്ഷേപം. അത് പ്രതിപക്ഷം മാത്രമല്ല, കോൺഗ്രസ്സുകാരും ചോദിക്കുന്നതാണ്. അമ്പേൽക്കാത്തവരില്ല കുരുക്കളിൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവിന്റെ പേരിലുള്ള വിമർശന അക്ഷരങ്ങൾ പായുന്നത് കഴിഞ്ഞ പിണറായി സർക്കാരിന് നേരെ. ഇക്കാര്യത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ നാമനാരായണ എന്ന് ഇരുകൂട്ടർക്കും പറയാനാവില്ല. 2ാം പിണറായി സർക്കാരിൽ MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോൾ നികുതി ഇളവിന് ബെക്കാഡി കമ്പനി അടക്കം സമർപ്പിച്ച അപേക്ഷയിൽ തുടർ നടപടി എടുക്കണമെന്ന് അദ്ദേഹം ഫയലിൽ കുറിച്ചു. ശരിയല്ലേ? തുടർന്ന് വിദേശ മദ്യ ചട്ടം ഭേദഗതി ചെയ്യാനുള്ള കരടും അംഗീകരിച്ചു. പാർട്ടി സെക്രട്ടറി ആയതിനെ തുടർന്ന് ഗോവിന്ദൻ സ്ഥാനം ഒഴിഞ്ഞതോടെ എക്സൈസ് മന്ത്രിയായ MB രാജേഷ് അദ്ദേഹം ഭേദഗതി ചെയ്ത വിദേശ മദ്യ ചട്ടം അംഗീകരിച്ച് ഉത്തരവിറക്കി. പക്ഷേ നികുതി കുറച്ചില്ല, 251% തുടർന്നു. അന്ന് നികുതി ഇളവ് നൽകിയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അത് നടപ്പിലാവുമായിരുന്നല്ലോ എന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞത് ശരി. അന്ന് നടത്താതിരുന്ന നികുതി ഇളവാണ് ഇപ്പോൾ പുതിയ സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത്. 0.5 മുതൽ 10 വരെ ശതമാനം വീര്യമുള്ള മദ്യത്തിന് നികുതി 120%, 10 മുതൽ 20 വരെ ശതമാനം വീര്യമുള്ള മദ്യത്തിന് 175%. പിണറായി സർക്കാർ തീരുമാനിച്ച ഇളവ് നടപ്പാക്കുന്നതിന്റെ ഗുണം കിട്ടുന്നത് സതീശൻ സർക്കാരിന്. വിവാഹ നിശ്ചയം നേരത്തെ നടന്നു, പക്ഷേ താലികെട്ടിന്റെ തീയതി കുറിച്ചില്ല. ഇനി ഒന്നുകിൽ ആ ബന്ധം വേണ്ടെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ തീയതി കുറിച്ച് താലി കെട്ടാം. രണ്ടിലൊന്നേ പറ്റൂ. അക്കാര്യത്തിൽ അതേ ഇനി പറ്റും. PM ശ്രീയിലേതുപോലെ ലെവന്മാർ ഒപ്പിട്ട് കളഞ്ഞില്ലേ, ഇനി നടപ്പാക്കുകയല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് സർക്കാരിന് തലയൂരാനാവില്ലെന്ന് സാരം. പഴയ കുപ്പിയിൽ പുതിയ വീഞ്ഞ്.
അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്.